ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ചെമ്മനീർ പൂവിൻ്റെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ശ്രുതി ഒരു പൂജിച്ച ചരട് ഭാമയുടെ കൈ കൊണ്ട് കൊടുക്കുക. അപ്പോൾ ഭാമ പറയാണ്, ശ്രുതി എനിക്ക് ഏതായാലും ഇപ്പം പോകാനായിട്ട് പറ്റൂല, ഞാൻ നാളെ ഏതായാലും കൊണ്ട് കൊടുത്തോളാം എന്ന് പറഞ്ഞപ്പോഴേക്കും മതി ആൻറ്റി സാവകാശം കൊണ്ട് കൊടുത്താൽ മാത്രം മതി, പക്ഷേ ഇത് ശ്രുതിയുടെ കയ്യിൽ കെട്ടിക്കൊടുക്കണം കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി ഒറ്റ പോക്ക്. അപ്പോഴേക്കും ഭാമയാണെങ്കിൽ എൻ്റെ ദൈവമേ ചന്ദ്രേ, നിന്നോട് ഞാൻ ചെയ്യുന്നത് വലിയ ചതിയാ, പക്ഷേ എനിക്ക് ശ്രുതിയെ രക്ഷിച്ചേ മതിയാവുള്ളൂ, നീ എന്നോട് ക്ഷമിക്കണം ചന്ദ്രേ എന്നും പറഞ്ഞുകൊണ്ട് മനസ്സൊരുക്കി നിൽക്കുക. പിന്നീട് കാണിക്കുന്ന നമ്മുടെ വർഷയാണ്. അപ്പോൾ വർഷയാണെങ്കിൽ അതിലേറെ ടെൻഷൻ, ചാടി എണീക്കാണ്. ഇല്ല, എനിക്ക് പറ്റൂല ഇത്രയും വേദന സഹിക്കാനായിട്ട്, എൻ്റെ ദൈവമേ ഞാൻ എന്ത് ചെയ്യും, ഞാൻ എന്തിനിങ്ങനെ വേദന സഹിക്കുന്നത്, ഇല്ല എനിക്ക് പറ്റില്ല എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പരക്കമായി നടക്കുമ്പോഴത്തേ ശ്രീകാന്ത് കയറി വരുന്നു. അപ്പോൾ ശ്രീകാന്തിനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എടാ എല്ലാത്തിനും കാരണക്കാരൻ നീയാടാ എന്നിങ്ങനെ പറയാ. ഞാനോ? അതെ, എനിക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കാനുള്ള കാരണക്കാരൻ നീയാണ്. അത് ശരി, ഇപ്പം ഞാനായോ? നീ പുറത്തു പോയി ഫുഡൊക്കെ കഴിച്ച് ഫുഡ് പോയ്സൺ ആയതിനിപ്പം എൻ്റെ നെഞ്ചത്തോട്ട് എന്തിനാണ് വർഷം നീ കയറുന്നത്? ഇതിൻ്റെ കാരണക്കാരൻ ഞാനാണോ എന്ന് ചോദിക്കുമ്പോൾ അതെ നീ തന്നെയാ, എനിക്കിങ്ങനെയൊക്കെ അനുഭവിക്കാൻ വരുന്നത് നീ തന്നെ, നിനക്കെല്ലാം അറിയായിരുന്നു, എന്നിട്ട് നീ എന്നെ ചതിച്ചില്ലേടാ, എനിക്കിതേപോലെ വേദന സഹിക്കാൻ പറ്റൂലേ? എന്ത് വേദന? നീ എന്തൊക്കെയാ വായ തോന്നിയ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൂട്ടുകയാണല്ലോ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല വർഷേ, നിനക്ക് എന്താ പറ്റിയത്? നിനക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലേ? കാണിച്ചാ നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടാ, എല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് ഒന്നും അറിയാത്ത പോലെ സംസാരിക്കുകയാണല്ലേ, നിന്നെ ഞാനുണ്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് വർഷ അടിക്കാനായിട്ടൊക്കെ പോകണം. നിനക്ക് പ്രാന്താ വർഷേ, വല്ലയിടത്തും പോയി ഫുഡ് കഴിച്ച് ഫുഡ് പോയ്സൺ ആയതിന് ഇപ്പം എല്ലാത്തിനും കുറ്റക്കാരൻ ഞാനാണോ പോലും, നീ അല്ലാതെ വേറെ ആരും ഇങ്ങനെ പറയുന്നില്ല, നിനക്ക് മുഴുത്ത ഭ്രാന്താ, അല്ലാണ്ട് എന്ത് പറയാനാ എന്ന് പറഞ്ഞിട്ട് അതേടാ എനിക്ക് മുഴുത്ത ഭ്രാന്ത് തന്നെയാ. അങ്ങനെ ശ്രീകാന്തിനെ അടിച്ചു ഓടിക്കണം, എന്നെ ഇവിടെ നിന്ന് പോരുത്, പോടാ, എൻ്റെ കൺമുന്നിൽ നിന്നെ കണ്ടുപോരുത്, ഇറങ്ങി പോടാ എന്ന് പറയാണ്. ശ്രീകാന്ത് അവിടെ നിന്ന് എസ്കേപ്പ് ആവും. ഇവൾക്ക് ഇതെന്ത് പറ്റി, ഇവൾക്ക് വല്ല ഭ്രാന്താണോ എന്നും വിചാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് നമ്മുടെ ശ്രീകാന്ത്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് ചന്ദ്ര പേപ്പറും വായിച്ചുകൊണ്ടിരിക്കുക. രവി ആണെങ്കിൽ അപ്പുറത്തിരിക്കുകയാണ്, സച്ചിയും രേവതിയും കൂടി ഒരുമിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ വിസിലടിക്കുന്ന പോലെയൊക്കെ ഇങ്ങനെ നമ്മുടെ സച്ചി കാണിക്കുകയാണ്. അപ്പോൾ ചന്ദ്രയാണെങ്കിൽ പേപ്പറൊക്കെ ഒന്ന് മാറ്റി രവിയെ നോക്കുക. രവി മൈൻഡൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ സച്ചിയും അതേപോലെ തന്നെ രേവതിയും പറയണത് എന്ത് പറ്റി ഇവർക്ക് രണ്ടുപേർക്കും, ഇവർ വല്ലാത്ത ചൂടിലാണല്ലോ, ഇങ്ങനെയൊന്നും ഇതുവരെ അമ്മയോട് സംസാരിക്കാത്ത ഒരാളാണ് അച്ഛൻ, എന്നിട്ട് അച്ഛൻ എന്ത് കയർത്താ സംസാരിച്ചത്, എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല രേവതി. അത് തന്നെയാണ് സച്ചിയേട്ടാ ഞാനും വിചാരിക്കുന്നത്, എന്ത് പറ്റി എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുമ്പോൾ ശ്രുതി കയറി വരികയാണ്. അപ്പോൾ ശ്രുതി കയറി വന്നിട്ടുണ്ടെപ്പോഴേക്കും ചന്ദ്ര ഇരിക്കണ്ട, ശ്രുതി അവിടെ നിന്നേ, നീ എന്താ ഇത്ര നേരം, നീ എന്താ നേരത്തെ വീട്ടിലേക്ക് വരാതിരുന്നത്? ഞാൻ നേരത്തെ വീട്ടിലേക്ക് വന്നിട്ട് എന്താണമ്മേ കാര്യം, അതിന് വല്ല കാര്യമുണ്ടോ? ഇവിടെ ആരെ കാണാനാണ്? ഓഹോ അത് ശരി, അപ്പം നീ നിൻ്റെ ഭാര്യ ഉണ്ടായപ്പോൾ മാത്രമേ നേരത്തെ വരുവുള്ളൂ അല്ലേ? ഇപ്പം ഞങ്ങൾ വിളിക്കുമ്പോൾ നിനക്ക് നേരത്തെ വരാനായിട്ട് കഴിയില്ലല്ലേടാ ശ്രുതി? അമ്മേ ഇനി ഈ കാര്യം പറഞ്ഞുകൊണ്ട് അമ്മ പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കണ്ട, ഞാൻ ആകെ ടയേർഡായിട്ടാണ് വന്നിരിക്കുന്നത്, എൻ്റെ മനസ്സിന് ഒരു സമാധാനമില്ല, ഞാൻ പോയി ഒന്ന് റെസ്റ്റ് എടുത്തോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി പോവുകയാണ്. അപ്പോൾ ശ്രുതി പോയി കഴിഞ്ഞപ്പോഴേക്ക് രവിയാണെങ്കിൽ നിനക്ക് സമാധാനം ആയാലോടി, നീയാണ് എല്ലാത്തിനും കാരണക്കാരി. ഞാനിത് നീ മിണ്ടിപ്പോകരുത്. രവി ഭയങ്കരമായിട്ടിരുന്ന് ഷൗട്ട് ചെയ്യുക. സച്ചിൻ രേവതിയാണെങ്കിൽ ഇവർ രണ്ടുപേരും മാറി മാറി നോക്കുക, ഇതെന്താ സംഭവം എന്നൊക്കെ ആലോചിച്ച്. ഞാൻ എന്താ രവിയായിട്ട് ചെയ്തത്, ഞാൻ എന്താ ചെയ്തതെന്ന്, നീ എന്താ ചെയ്തതെന്ന്, നീയാണ് എല്ലാത്തിനും കാരണക്കാരി, നീ തന്നെയാണ്. അത് ശരി, ആ പെരുങ്കള്ളിയല്ലേ ഇവിടെ കള്ളങ്ങൾ മുഴുവനും പറഞ്ഞു കൂട്ടിയത്, അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. എടീ നിന്നെ പോലെ കുറേ അമ്മായിയമ്മമാരുണ്ട്, ആ അമ്മായിയമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെയൊക്കെ സംഭവിക്കൂടി. മരുമകൾക്ക് ഒരു സ്വസ്ഥതയും കൊടുക്കാത്ത കുറേ അമ്മായിയമ്മമാരുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രവി ചന്ദ്രയെ കിടന്ന് ഭയങ്കരമായിട്ട് ഇങ്ങനെ വഴക്ക് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സച്ചിക്ക് മനസ്സിലായത് കാര്യം ഇങ്ങനെ വഷളാകുന്ന. അച്ചാ എന്താ ചെയ്ത് പോയിക്കണ്ടേ, അച്ഛാ അകത്തേക്ക് കയറി പോയിക്കണ്ടേ എന്നും പറഞ്ഞുകൊണ്ട് ഇവർ രണ്ടുപേരും കൂടെ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോഴേക്കും ഈ സച്ചി ഇങ്ങനെ മനസ്സിലാക്കണം, ഇതിങ്ങനെ വിട്ടാൽ ശരിയാവില്ല, ഇത് എങ്ങനെയെങ്കിലും ഒന്ന് സോൾവ് ആക്കിയാൽ മതിയാവുള്ളൂ. അച്ഛനും അമ്മയും ഇത്രയും വഴക്കോ? രേവതി അച്ഛമ്മയെ വിളിച്ചുകൊണ്ട് വരേണ്ടി വരുമെന്ന് തോന്നുന്നു. ഒന്നും വേണ്ട സച്ചിയേട്ടാ, അച്ഛമ്മയൊന്നും വിളിച്ച് വരണ്ട, പക്ഷേ ഇതിനുള്ള പരിഹാരം നമുക്ക് തന്നെ ഒപ്പിക്കണം. ഇവർ രണ്ടുപേരെ പിണക്കം എങ്ങനെയും മാറ്റണമല്ലോ. അപ്പം ഈ പിണക്കത്തിനുള്ള കാരണം എന്താ? പെട്ടെന്നല്ല പിണക്കമൊക്കെ വന്നത്, അതിനുള്ള കാരണം എന്താന്ന് നമുക്ക് കണ്ടെത്തണ്ടേ സച്ചിയേട്ടാ? അത് കണ്ടെത്തണം. ഇത് വല്ലാത്തൊരു തൊല്ലയായി പോയല്ലോന്നേ എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രക. അപ്പോൾ ചന്ദ്ര ഇങ്ങനെ ചിന്തിക്കുക, ഏതായാലും വരട്ടെ, എനിക്കിനിയിപ്പോൾ
ശ്രുതിക്ക് ആ ചരട് കെട്ടി കൊടുക്കണം. ആ ചരട് കെട്ടി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രുതിയുടെ എല്ലാ പ്രശ്നങ്ങളും തീരും, കുടുംബത്തിൽ ശാന്തി സമാധാനമൊക്കെ ഉണ്ടാവും. എൻ്റെ മോനെ കൊണ്ട് വേറൊരു പെണ്ണിനെ കല്യാണം കഴിപ്പിക്കണം, എങ്കിൽ പോയി ആ പൂജാമുറിയിൽ പോയി ആ ചരട് എടുത്താലോ എന്നൊക്കെ വിചാരിച്ച് ചന്ദ്രൻ നേരെ റൂമിലേക്ക് ചെല്ലുക. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ചരട് കാണാനില്ല, ചരടും ഇല്ല ഏലസും ഇല്ല. എൻ്റെ ദൈവമേ, ഈ ചരട് ഏലസൊക്കെ എവിടെ പോയി? ഞാൻ ഇവിടെയാണല്ലോ വെച്ചത്. ഓ, ഇപ്പം മനസ്സിലായി. ആ രേവതി പെരിങ്കള്ളി എടുത്ത് മാറ്റിയിട്ടുണ്ടാവും. എന്നിട്ടേ അവളുടെ കെട്ടിയോന് കൊണ്ട് കെട്ടി കൊടുത്തിട്ടുണ്ടാവും. അതായിരുന്നു നടന്നിട്ടുണ്ടാവും. ഇത് ഞാൻ വെറുതെ വിടില്ല എന്നും പറഞ്ഞ് ചന്ദ്ര നേരെ ചെല്ലുകയാണ്. അപ്പോൾ ഇതേ സമയം തന്നെ അടുക്കളയിൽ രേവതിയും സച്ചി ഇരിക്കുന്നുണ്ട്. അപ്പോൾ രേവതി തേങ്ങ ചിരണ്ടുന്നു, സച്ചി എടുത്ത് പിറക്കി തിന്നുന്നു. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും രേവതി ചിരണ്ടിൽ നിൽക്കുക. എന്താ രേവതി ചിരണ്ടിൽ നിൽക്കുന്നത്? ഒരു കാര്യം ചെയ്യാം, സച്ചിയേട്ടനൊരു കാര്യം ചെയ്യും, ഇപ്പം ഇത് പാത്രത്തിൽ മുഴുവൻ എടുത്ത് തിന്ന്, എന്നിട്ട് ഞാൻ ചിരണ്ടാം. അത് ശരിയാവില്ല രേവതി, എനിക്ക് ഈ ചിരവേന്നെടുത്ത് തിന്നണം, അതാണ് അതിൻ്റേതായ സുഖം. അല്ലാതെ ഈ പാത്രത്തിലൊന്നും എടുത്തുന്നാലേ ഒരു സുഖം ഉണ്ടാവില്ല. അതിൻ്റെ സുഖം വേറെ തന്നെയാണ് രേവതി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചന്ദ്ര ഓടി വന്നിട്ട് ഡാ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിളി. രണ്ടുപേരും ഞെട്ടിപ്പോയി. ഓഹോ, കൊള്ളാം, നിങ്ങളപ്പോൾ വലിയ തമാശക്കാരാണല്ലേ. നീ എന്ത് പരിപാടിയാണ് കാണിച്ചത്? അമ്മേ, ഞാൻ എന്ത് പരിപാടി കാണിക്കാനായിട്ട്? എടാ അഴിക്കടാ, അഴിക്കടാ. അത് അഴിക്കാനോ? എന്തഴിക്കാനായിട്ട്? അവള് നിന്റെ അരയെ കെട്ടിത്തന്ന സാധനം അഴിക്കാൻ. ആര് കെട്ടിത്തന്നു? എന്ത് കെട്ടിത്തന്നു? എന്തൊക്കെയാ പറയുന്നത്? എടാ രേവതി, നീ ചുമ്മാ അഭിനയിക്കാൻ നിൽക്കരുത്. അവൻ്റെ അരയുന്നത് അഴിച്ചു മാറ്റിക്കോ. എന്തെന്നാ അമ്മേ പറയുന്നത്? എന്തഴിച്ചെന്നാ പറയുന്നത്? ഞാൻ എൻ്റെ മോന് വേണ്ടി മേടിച്ചതാ, എൻ്റെ സുധിമോന് വേണ്ടി മേടിച്ചതാണ്. അഴിക്കടാ. അയ്യോ അമ്മ എന്തൊക്കെയമ്മ പറയുന്നത്? മുണ്ടഴിക്കാനോ? ഞാൻ അഴിക്കൂല, ചുമ്മാ എനിക്ക് നാണോ. അയ്യോ, നീ ഒരു മരമണ്ടനാണോടാ? മുണ്ടഴിക്കാനല്ല പറഞ്ഞത്, നിന്റെ അരയെ കിടക്കുന്ന ആ ഏലസ് അഴിക്കാനാ പറഞ്ഞത്. ഏലസോ? ഞാൻ പൂജാമുറി കൊണ്ട് വെച്ച ആ ഏലസ് അതെൻ്റെ സുധിമേന് വേണ്ടി കൊണ്ടുവന്നതാണ് ഞാൻ. അപ്പോഴേക്കും രേവതിക്ക് ഓഹോ, അത് ശരി, ഏലസ് അല്ലേ അമ്മേ. അത് പിന്നെ അപ്പോഴേക്കും സച്ചി പുറകേന്ന് വിളിച്ച് കുത്തുകിടമിണ്ടല്ലേ എന്ന് പറഞ്ഞോണ്ട്. എന്താ നീ പറഞ്ഞിരുന്നു? ഏലസ്? ഏലസോ? ഏലസിനെ കുറിച്ച് അറിയില്ല. ഞാൻ അവിടെ വെച്ചേച്ച പൂജാറുമിൽ വെച്ചേച്ച ഏലസ് എവിടെയെന്ന് ഞങ്ങൾക്കറിയില്ല അമ്മേ. പിന്നെ അതെവിടെ പോയടി? നിങ്ങളല്ലാതെ വേറെ ആരും എടുക്കില്ലല്ലോ. എൻ്റെ മോന് വേണ്ടി കൊണ്ടുവന്ന ഏലസ് അത് നീയൊക്കെ എടുക്കേണ്ട ഒരു കാര്യമില്ല. നീ ആ ഏലസിനെ കുറിച്ച് ഞങ്ങൾക്ക് ഒരു വിവരമില്ല അമ്മേ. ഞങ്ങൾ ആ ഏലസ് എടുത്തിട്ടുമില്ല. അമ്മ ചുമ്മാ അനാവശ്യമായ കാര്യങ്ങളെല്ലാം സംസാരിക്കണം. ഒന്നും മിണ്ടാതിരിക്കുക അമ്മേ എന്നൊക്കെ പറയാണ്. ഞാൻ കണ്ടുപിടിച്ചോളാം എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നേരെ അങ്ങോട്ട് പോവാണ്. പോയി കഴിഞ്ഞപ്പോഴേക്കും അപ്പോൾ സച്ചിയേട്ടാ, അത് തന്നെ കാര്യം. ആ ഏലസ് അമ്മ ശ്രുതി അങ്ങേർക്ക് കൊണ്ടുവന്നതാ. അപ്പോൾ ആ ഏലസും തപ്പിക്കൊണ്ട് നടക്കുന്നത്. നമ്മളെടുത്ത് മാറ്റിയെന്ന് വിചാരിച്ചു നടക്കുക. ഏതായാലും പറയണ്ട, നമ്മൾ കുറച്ച് അങ്ങോട്ട് അലഞ്ഞ് നടക്കട്ടെ, അതായിരിക്കും നല്ലത്. അങ്ങനെ ചന്ദ്രയ്ക്കാണെങ്കിൽ ആകെ ഭ്രാന്ത് പിടിച്ചൊരു അവസ്ഥയിലായി പോവാ. പക്ഷെ എന്നാൽ ആ ഏലസ് എവിടെ ദൈവമേ? ഇനിയിപ്പോൾ പുതിയൊരു ഏലസ് ഉണ്ടാക്കി എടുക്കണമല്ലോ. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ നമ്മുടെ ഈ ചന്ദ്ര മനസ്സിൽ ഇരിക്കണം, അല്ലെങ്കിലും ഞാനെന്തിനാണ് ഏലസ് സച്ചിയുടെ നിന്ന് മേടിക്കുന്നത്? അവൻ്റെ അരയിലുണ്ടെങ്കിൽ അത് നല്ലതിന് വേണ്ടിയല്ലല്ലോ, ചീത്തതിന് വേണ്ടിയല്ലേ മോനെ സച്ചി. അതെ, നിന്റെ അരയെ തന്നെ കിടക്കട്ടെ ആ ഏലസ്. അമ്മയ്ക്ക് വേണ്ടാ, അമ്മയ്ക്ക് അമ്മ വേറെ ഒരെണ്ണം മേടിച്ചോളാം, മോൻ്റെ ഇതിലൊക്കെ തന്നെ കിടക്കട്ടെ. രേവതി, നീ പെട്ടിയെല്ലാം പാക്ക് ചെയ്തോട്ടോ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴേക്ക് ഇതെന്താ അമ്മ അങ്ങനെ പറഞ്ഞത്? പെട്ടിയെല്ലാം പാക്ക് ചെയ്തോന്ന്? ഒരു സമ്മതമില്ലാത്ത കാര്യം. എനിക്കറിയില്ല അമ്മയ്ക്കിതെന്താ പറ്റിയെന്ന്. അങ്ങനെ ചന്ദ്ര ബെഡ്റൂമിൽ പോയിരിക്കുമ്പോൾ രവി അങ്ങോട്ട് കയറി വരിക. രവി വന്നിട്ട് ഡ്രസ്സെല്ലാം മാറ്റുക. ഷർട്ട് മാറ്റി കഴിഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് ചന്ദ്ര നോക്കി കഴിഞ്ഞപ്പോഴേക്കും രവിയുടെ ഈ കൈ കിടക്കുക ഈ ഏലസ്. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്ര, എൻ്റെ ദൈവമേ, ഇത് ഞാൻ പൂജിച്ചു കൊണ്ടുവന്ന ഏലസ് അല്ലേ? എനിക്ക് മനസ്സിലായി. അപ്പോഴേക്കും രവിയേട്ടാ, എന്താ രവിയേട്ടത്? എന്ത്? ആ ഏലസ് അഴിക്ക് രവിയേട്ടാ. ഇത് ഞാൻ അഴിക്കൂല, ഇതെൻ്റെ ഏലസാ. ഇത് രവിയേട്ടൻ്റെ ഏലസ് അല്ല, ഇത് ഞാൻ പൂജിച്ചു കൊണ്ടുവന്ന ഏലസാണ്. രവിയേട്ടനത് അഴിച്ചണ്ടേ? ഞാൻ അഴിക്കൂല. രവിയേട്ടനത് ആര് തന്നു? ഇത് എനിക്ക് സച്ചി തന്നാണ്. അപ്പോൾ സച്ചിൻ്റെ അവധി വരികയാണ്. അത് ശരി, അപ്പം സച്ചിയാണോ രവിയേട്ടന് ഈ ഒരു ഏലസ് തന്നത്? അതെ, എൻ്റെ മോൻ തന്നെയാ. അപ്പോൾ സച്ചിയും പറയാണ്, വേണ്ടച്ചാ, അഴിക്കണ്ടച്ചാ, അത് അഴിക്കരുത്. എടാ സച്ചി, നിനക്ക് കാര്യം അറിയാതെ കിടന്ന് നീ പറയാണ് ആ ഏലസ് അഴിക്കണം അല്ലെങ്കിൽ പ്രശ്നവും. എന്ത് പ്രശ്നം?
അത് ശരി, നിങ്ങളുടെ മോന് മാത്രം നല്ലത് വന്നാൽ മതിയോ? ഞങ്ങൾക്കൊന്നും നല്ലത് വരണ്ടേ? അച്ഛൻ്റെ കയ്യിൽ അത് കിടന്നെന്ന് വിചാരിച്ച് എന്താ കുഴപ്പം സംഭവിക്കാനായിട്ട് പോകുന്നത്? അതെ, ഞാൻ തന്നെയാണ് ഏലസ് അച്ഛൻ്റെ കയ്യിലേക്ക് കെട്ടിക്കൊടുത്തത്. അതിനിപ്പോൾ അമ്മയ്ക്ക് എന്താണെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് എന്താണെന്നോ? എടാ, നിനക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. മനസ്സിലാവുന്ന രീതിയിൽ പറയുന്നേ. എടാ, അത് രവിയേട്ടൻ്റെ കയ്യിൽ കിടന്ന ആകെ പ്രശ്നമാണ്. എന്ത് പ്രശ്നം? അത് പിന്നെ എടാ, അത് ഞങ്ങൾ രണ്ടുപേരും നിങ്ങൾ രണ്ടുപേരും. അപ്പോഴേക്കും ചന്ദ്ര വേറെ കുതന്ത്രം ആലോചിക്കുകയാണ്. എന്താ മിണ്ടാത്തത്? അത് പിന്നെ അതൊക്കെ അത് രവിയേട്ടൻ കെട്ടാൻ പാടില്ല, അത്ര തന്നെ. അതെന്താന്നാ ചോദിച്ചത്? അത് പറയാതെ ഈ ചരടഴിക്കുന്ന പ്രശ്നമില്ല. എടാ മരം മണ്ടാ, ആ ചരട് എന്തിനാണെന്നറിയാവോ ഞാൻ ശ്രുതിക്ക് വേണ്ടി പൂജിച്ചു കൊണ്ടുവന്നത്? ശ്രുതിക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവാനായിട്ട്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും രവി ഞെട്ടിപ്പോയി, സച്ചി ഞെട്ടിപ്പോയി. രവിക്കാണെങ്കിൽ നാണം വന്നിട്ട് ഒരു രക്ഷയില്ല. അച്ഛാ, അയ്യോ, അപ്പം ഇത് കുഞ്ഞുങ്ങളുണ്ടാകാൻ വേണ്ടി കിട്ടുന്ന ചരടാണോ? അതെ. അയ്യോ അച്ഛാ, വേണ്ട അച്ഛാ, ഇപ്പം തന്നെ അഴിച്ചോ എന്ന് പറഞ്ഞ് നമ്മുടെ സച്ചി ആ ഒരു ചരട് പെട്ടെന്ന് അങ്ങോട്ട് അഴിച്ചു കൊടുക്കുകയാണ്. അയ്യടാ, ചിരി കണ്ടില്ലേ? അമ്മ ഇത് തന്നെ പിടിച്ചോ എൻ്റെ സുധീര കയ്യിലേക്ക് കെട്ടിക്കൊടുത്തോ. അപ്പോൾ രേവതി ഇരുന്ന് പൊട്ടിച്ചിരിക്കുകയാണ്. എന്തിനാണ് നീ ചിരിക്കുന്നത്? ഞാൻ ഇവിടെ തമാശയൊന്നും പറഞ്ഞില്ലല്ലോ. അപ്പോൾ ആ ചരടും കൊണ്ട് ചന്ദ്ര പോവുക. അപ്പോൾ ചന്ദ്ര പോയി കഴിഞ്ഞപ്പോഴേക്കും അച്ഛാ, ഇത് വല്ലാത്തൊരു ഇതായി പോയല്ലോ, ഒന്ന് പോടാ. രവിയും പോവാ. രവി പോയി കഴിഞ്ഞപ്പോഴേക്കും ഈ സച്ചി വീണ്ടും ആലോചിക്കുകയാണ്. അല്ല രേവതി, അല്ല, കുഞ്ഞുങ്ങളുണ്ടാകാനായിട്ട് ശ്രുതിക്ക് വേണ്ടി പൂജിച്ചുകൊണ്ട് വന്നതാണ് അമ്മ ആ ചരട്. പക്ഷേ പൗഡർ ഇട്ടത് ഇവിടെ ഇല്ലല്ലോ. പിന്നെ എങ്ങനെയാ കുഞ്ഞുങ്ങളുണ്ടാവുന്നത്? അത് ശരിയാണല്ലോ സച്ചേട്ടാ, പിന്നെ എങ്ങനെയാ കുഞ്ഞുങ്ങളുണ്ടാവുന്നത്? അത് തന്നെയല്ലേ ഞാനും ചോദിച്ചത്, പിന്നെ എങ്ങനെയാ കുഞ്ഞുങ്ങളുണ്ടാവുന്നതെന്ന്. ഇത് വല്ലാത്തൊരിതായി പോയല്ലോ. ഇത് എന്തൊക്കെയോ ഗൂഢാലോചന ഉണ്ട് സച്ചേട്ടാ എന്ന് പറയാം. അങ്ങനെ നമ്മുടെ ഈ ചന്ദ്ര നേരെ ഇതും കൊണ്ട് ശ്രുതിയുടെ റൂമിലേക്ക് ചെല്ലുകയാണ്. അപ്പോൾ ശ്രുതി ഷർട്ട് എടുക്കുന്ന സമയത്ത്, മോനെ നീ ആ ഷർട്ടൊന്നും ഊരിയേ, ഈ ഏലസ് നമുക്ക് ഇട്ടട്ടെ. ഏലസോ? എന്ത് ഏലസ്? എനിക്കൊന്നും വേണ്ട. അങ്ങനെ പറയല്ലേ മോനെ, അമ്മമ്മ നിനക്ക് വേണ്ടി പൂജിച്ചു കൊണ്ടുവന്ന ഏലസാണ്, നിന്റെ നല്ലതിന് വേണ്ടി. അതുകൊണ്ട് മോൻ ആ ഷർട്ടൊന്നും ഊര്. അമ്മ ഈ ഏലസ് ഒന്ന് കെട്ടിക്കോട്ടെ. പോമേന്ന്. എനിക്കൊണ്ടൊന്നും പറ്റില്ലെന്നല്ലേ പറഞ്ഞത്? എനിക്ക് ഏലസും വേണ്ട, ഒന്നും വേണ്ട. എനിക്കിത്തിരി മനസ്സമാധാനം മതി. മോനെ, ഇനി മനസ്സമാധാനം ഉണ്ടാവണമെങ്കിൽ അമ്മ പറയുന്ന പോലെ കേൾക്കണം. ഈ ചരട് കെട്ടിയാൽ മാത്രമേ മോന് മനസ്സമാധാനം ഉണ്ടാവുള്ളൂ. ഞാൻ പറഞ്ഞ മനസ്സിലായോ? മോൻ ആ ഷർട്ട് ഊര് മോനെ എന്ന് പറഞ്ഞപ്പോഴേക്കും ശ്രുതി ആ ഷർട്ട് ഊരുക. ഷർട്ട് ഊരി കഴിഞ്ഞിട്ട് അപ്പം തന്നെ കയ്യിലേക്ക് ആ ഒരു ചരട് കെട്ടിക്കൊടുക്കുകയാണ്. അമ്മേ, ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല, ഒന്ന് പതുക്കെ കിട്ടാൻ എന്തിനു ഇത്ര മുറുക്കി കിട്ടുന്നത്? ഇനിയേ എൻ്റെ മോനെ ഒരാപത്തും വരില്ല. നിനക്ക് നല്ല കാലം വരാൻ പോവാണ് മോനെ, നല്ല കാലം. ഇനി നീ അത് ആസ്വദിച്ചുകൊണ്ടിരുന്നോ എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്ര പോവുക. ഈ സമയം തന്നെ നമ്മുടെ വർഷയെ കാണിക്കുകയാണ്. വർഷയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തെരപ്പരം നടന്ന് വർഷയ്ക്ക് ഒരു മനസ്സമാധാനമില്ല. അപ്പോൾ രേവതി ആ ഒരു കാഴ്ച കാണുകയാണ്. വർഷയെ, നിനക്ക് എന്ത് പറ്റി? നീ ഓക്കെ അല്ലേ? ഞാൻ ഓക്കെയാണ് ചേച്ചി. വന്നിട്ട് നീ ഛർദ്ദിച്ചായിരുന്നോ? ഇല്ല ചേച്ചി, ഞാൻ ഓക്കെ ആയി. മരുന്ന് കഴിച്ചോ? കഴിച്ചു ചേച്ചി, ഞാൻ മരുന്ന് കഴിച്ചു. പക്ഷേ എന്നാലും മുഖത്ത് നിൻ്റെ നല്ല ക്ഷീണമുണ്ട് കേട്ടോ. പോയി കിടന്ന് റെസ്റ്റ് എടുക്ക്, വാ ഇങ്ങൊന്ന് വന്ന് പറഞ്ഞുകൊണ്ട് പോവാ. അപ്പോഴേക്കും ദേ വരുന്നു ശ്രീകാന്ത്. ശ്രീകാന്തിനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും വർഷയ്ക്ക് വീണ്ടും കുരുവിട്ടുകയാണ്. അവിടെ ഇരുന്നേച്ച് ഫ്ലവർ വേസ് എടുത്തിട്ട് ശ്രീകാന്തിൻ്റെ മുതുകത്തിട്ടേക്ക് ഒറ്റയേറി. അയ്യോ, ഇത് എന്താണ് വർഷം, നിനക്ക് ഭ്രാന്താണോ? നീയാടാ എല്ലാത്തിനും കാരണക്കാരൻ. എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ കൂസലായിട്ട് അവൻ നടക്കുന്നത് കണ്ടില്ലേ എന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ രേവതി, വർഷേ നീ എന്താ കാണിച്ചത്? നീ എന്തിനിപ്പോൾ അവൻ്റെ മുതുക് തല്ലിപ്പൊളിച്ചത്? ഇത് കണ്ടുകെട്ടതേ, എൻ്റെ മുതുക് തല്ലി പൊളിച്ച്. ഇവൾക്ക് എന്താ പ്രാന്താണോ? അതേടാ, എനിക്ക് പ്രാന്താ, നിന്നെ ഞാൻ വിടില്ലടാ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകാന്തിനെ കഴുത്തിന് കയറി കുത്തിപ്പിടിക്കുകയാണ്. അപ്പോൾ സച്ചി വരികയാണ്. സച്ചിയേട്ടാ, ഓടി വാ സച്ചിയേട്ടാ, ഒന്ന് രക്ഷിക്ക് സച്ചിയേട്ടാ. ഇതെന്താ വർഷം കാണിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. നിനക്കെന്താ പ്രാന്ത് പിടിച്ചോ? എനിക്ക് പ്രാന്ത്. ഇവനെല്ലാത്തിനും കാരണം. എല്ലാം ഒപ്പിച്ച് വെച്ചത് ഇവൻ തന്നെയാ. ഇവൻ കാരണം എനിക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന് പറഞ്ഞ് വർഷ കയറി പോവാണ്. ശ്രീകാന്ത്, എന്താ പറ്റിയത്? നീ എന്ത് ദ്രോഹമാണ് അവളോട് ചെയ്തത്? അയ്യോ സച്ചിയേട്ടാ, ഞാനൊന്നും ചെയ്തില്ല. പിന്നെന്താ അവൾ അങ്ങനെ പറഞ്ഞിട്ട് പോകാനുള്ള കാരണം? സത്യം പറയടാ, അവളെന്താ അങ്ങനെ പറഞ്ഞിട്ട് പോയെന്ന്? എനിക്കറിയില്ല എൻ്റെ പൊന്നു സച്ചിയേട്ടാ എന്ന് പറയാം. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. സീ അഗൈൻ. ബൈ.